നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് തന്നിട്ടുണ്ട്. HCl-നാണ് ഏറ്റവും ചെറുത്, പിന്നെ HBr, പിന്നെ HI, പിന്നെ HF. അതേപോലെ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡറും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് പി ബ്ലോക്കിലെ ഹൈഡ്രജൻ ഹാലൈഡ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഒന്നാം സെന്റൻസ് നോക്കാം. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മക്കളെ, ബോയിലിംഗ് പോയിന്റ് പൊതുവെ മാസ് കൂടുമ്പോൾ കൂടും. കാരണം മോളിക്കുലർ മാസ് കൂടുമ്പോൾ തമ്മിലുള്ള ആ മോളിക്യൂൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടും. മോളിക്യൂൾ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടിയാൽ അവർ സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് ആർക്കാ വേണ്ടത്? HI-നാ വേണ്ടത്. കാരണം ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ താഴോട്ട് വരുമ്പോൾ മാസ് കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ HI-നാ വേണ്ടത്, പിന്നെ HBr-നാ, പിന്നെ HCl-നാ. ഏറ്റവും കുറവാണ് HF-ന് വേണ്ടത്. പക്ഷെ HF-നൊരു എക്സ്ട്രാ ഒരു പോയിന്റ് പറയാനുണ്ട്. ഫ്ലോറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവാണ്. ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ കൂടെ ഉള്ള H-ന് മറ്റൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് HF-ന് ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം എക്സെപ്ഷനലി കുറച്ച് കൂടുതലായെന്നുള്ള പോയിന്റ് പഠിക്കണം. പൊതുവെ ട്രെൻഡ് മാസ് കൂടുമ്പം ബോയിലിംഗ് പോയിന്റ് കൂടണം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ HI-നാണ്, പിന്നെ HBr-നാ, പിന്നെ HCl-ന്. ഏറ്റവും കുറവ് HF-നാ വേണ്ടത്. പക്ഷേ HF-ന്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കാരണം HF-നാണ് ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. അതുകൊണ്ട് ഈ ഓർഡർ എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റാണ്. അടുത്തത് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ചോദ്യം. മെൽറ്റിംഗ് പോയിന്റ് കേസിലും നമ്മൾ പൊതുവെ ഈ സെയിം ഓർഡർ ആകെയുള്ള മാറ്റം HI മുകളിലോട്ട് കയറി വരുന്നുണ്ട് HF-നേക്കാളും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ HI-ന്റെ മാസ് വളരെ കൂടുതലാണ്, മോർ പോളറൈസബിൾ ആണ്. അതുകൊണ്ട് തന്നെ തമ്മിൽ ഇൻട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ കൂടും. മെൽറ്റിംഗ് പോയിന്റ് കേസിൽ HI HF-നേക്കാളും ഓവർകം ചെയ്യുന്നുള്ള പോയിന്റ് പഠിക്കുക. അത് നിങ്ങൾ അങ്ങനെ തന്നെ ആ ഓർഡർ അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. അത് അതിന്റെ എക്സ്പെരിമെന്റൽ ഓർഡർ നോക്കുമ്പോൾ അതിന്റെ വാല്യൂസ് നോക്കുമ്പോൾ NCERT-ൽ കറക്റ്റ് അതിന്റെ വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. പിന്നെ കാരണം ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത് മാസ് കൂടുമ്പം ഇൻട്രാക്ഷൻ കൂടും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള പോലെ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. പക്ഷേ ഈ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് കേസിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ മാസിന്റെ പോളറൈസബിൾ ക്യാരക്ടർ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. ഓപ്ഷൻ 1 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം.